ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെയ്ച്ചോറ് തയ്യാറാക്കിയാലോ? അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് എല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി റൈസ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പുവും കുരുമുളകും ഏലക്കയും സ്റ്റാർ അനീസും ചേർക്കാം. ഇനി കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി ചേർക്കാം. ഞാനിവിടെ ബസുമതി റൈസ് ആണ് എടുക്കുന്നത്. അരി ചേർത്ത് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഇനി അരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും ആവശ്യത്തിനൊപ്പം നാരങ്ങ നീരും മല്ലിയിലയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി.